ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട +1 വിദ്യാർത്ഥികളെ, അൽഫലാഹ് സ്കൂളിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ് ഫിഖ് എന്ന് പറയും. ഇസ്ലാമിക കർമ്മശാസ്ത്രം. ഇതാണ് നിങ്ങളുടെ ഫിഖ് പുസ്തകം. ഈ പുസ്തകം സ്കൂളിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അത് നിങ്ങൾ വാങ്ങേണ്ടതുണ്ട്. ഈ വർഷം ഫിഖിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്താണ് ഫിഖ്, പിന്നെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമസ്കാരം, സുന്നത്ത് നമസ്കാരം, മയ്യിത്ത് നമസ്കാരം എന്നീ സംഗതികളാണ്. അടുത്ത വർഷം നിങ്ങൾ ഇതേ പുസ്തകം തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ആ പുസ്തകത്തിൽ നിങ്ങൾ തുടർന്ന് പഠിക്കേണ്ടത് പ്രാർത്ഥനകളെ സംബന്ധിച്ച്, സക്കാത്തിനെ സംബന്ധിച്ച്, നോമ്പിനെ സംബന്ധിച്ച്, ഹജ്ജിനെ സംബന്ധിച്ച് കുറേ കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഫിഖ് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നാം ഓരോരുത്തരും പഠിക്കേണ്ടതും അത്യാവശ്യമായിട്ട് മനസ്സിലാക്കേണ്ടതുമായ ഒരു സംഗതിയാണ്. ടെക്സ്റ്റ് ബുക്കിൽ വളരെ കുറച്ച് കാര്യങ്ങളെ ഉണ്ടാവുകയുള്ളൂ. ക്ലാസ്സുകൾ നിങ്ങൾ നിർബന്ധമായും കേൾക്കണം. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനെ അടിസ്ഥാനപ്പെടുത്തി മറ്റു പല ഗ്രന്ഥങ്ങളിൽ നിന്നും കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങളുടെ ഓൺലൈൻ വഴിയുള്ള ക്ലാസ് ഞാൻ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ക്ലാസ് കേൾക്കുമ്പോൾ ഫിഖിൻ്റെ നോട്ട്ബുക്ക് മുന്നിൽ വെച്ച് ആവശ്യമായത് എഴുതിയെടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് ഫിഖ് എന്ന് പറയുന്നത്? ഇസ്ലാം മതത്തിലെ ശരീഅത്ത് നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കർമ്മപരമായ കാര്യങ്ങളിൽ മതവിധികൾ വ്യക്തമാക്കുന്ന വിജ്ഞാന ശാഖയ്ക്കാണ് സാങ്കേതിക ഭാഷയിൽ ഫിഖ് എന്ന് പറയുന്നത്. ഇസ്ലാം മതത്തിലെ ശരീഅത്ത് നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കർമ്മപരമായ കാര്യങ്ങളിൽ മതവിധി വ്യക്തമാക്കുന്ന വിജ്ഞാന ശാഖയ്ക്കാണ് സാങ്കേതികമായ ഭാഷയിൽ ഫിഖ് എന്ന് പറയുന്നത്. ഫിഖ് എന്ന അറബി വാക്കിൻ്റെ അർത്ഥം ജ്ഞാനം എന്നാണ്. ഇനി ഫിഖിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് 4 കാര്യങ്ങളാണ്. ഒന്ന് വിശുദ്ധ ഖുർആൻ, രണ്ടാമത്തത് സുന്നത്ത്. വിശുദ്ധ ഖുർആൻ ഒന്നാമത്തെ ഞാൻ പറഞ്ഞു വിശുദ്ധ ഖുർആൻ. എന്താണ് വിശുദ്ധ ഖുർആൻ?
പ്രവാചകൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 23 വർഷക്കാലം കൊണ്ട് അള്ളാഹുവിൽ നിന്ന് അവതരിക്കപ്പെട്ട വഹിയുടെ ഒരു സമാഹാരമാണ്, അള്ളാഹുവിൻ്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ. ഇനി സുന്നത്ത് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, പ്രവൃത്തികൾ, മൗനാനുവാദം എന്നിവയ്ക്കാണ് സുന്നത്ത് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ ഒരു വിശദീകരണമാണ് ഹദീസ് അഥവാ സുന്നത്ത് എന്ന് പറയുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആൻ്റെ പഠനം പൂർണ്ണമാകണമെങ്കിൽ ഹദീസ് അനിവാര്യമാണ്. ഹദീസിൻ്റെ പഠനം പൂർണ്ണമാകണമെങ്കിലോ വിശുദ്ധ ഖുർആൻ പഠിക്കലും അനിവാര്യമാണ്. ഇനി മൂന്നാമത്തത് ഖിയാസ് എന്ന് പറയും. ഒന്ന് പറഞ്ഞു ഞാൻ ഖുർആൻ, 2 പറഞ്ഞു ഹദീസ്, മൂന്നാമത്തത് ഖിയാസ്. എന്താണ് ഖിയാസ് എന്ന് പറഞ്ഞാൽ? ഒരു കാര്യത്തിൻ്റെ വിധി അതിനാസ്പദമായ കാരണമുള്ളതുകൊണ്ട് മറ്റൊരു കാര്യത്തിന് ബാധകമാക്കുന്നതിനെയാണ് ഖിയാസ് എന്ന് പറയുന്നത്. ഒരു കാര്യത്തിൻ്റെ വിധി അതിനാസ്പദമായ കാരണമുള്ളതുകൊണ്ട് മറ്റൊരു കാര്യത്തിന് ബാധകമാക്കുന്നതിനാണ് ഖിയാസ് എന്ന് പറയുന്നത്. കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ, കള്ള് കുടിക്കുക എന്ന് പറഞ്ഞാൽ ഹറാമാണ്. ഇത് വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് ഒരാൾ ഇപ്പോൾ ചോദിക്കുകയാണ്, കള്ളല്ലേ കുടിക്കണ്ടെന്ന് പറഞ്ഞുള്ളൂ, ബ്രാൻഡി കുടിക്കണ്ടെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ നോക്കിയാൽ ഖുർആനിൽ കാണില്ല. അപ്പോൾ കള്ള് എന്ന ഒരു സംഗതിയെ നിരോധിക്കാൻ അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ഇല്ലത്ത് എന്ന് പറയും. അതാണെന്ത്? ലഹരി എന്ന് പറയുന്നത്. അപ്പോൾ ലഹരിയുള്ള വസ്തുക്കളെല്ലാം ഹറാമാണ്. ഇപ്പോൾ ബ്രാൻഡിക്ക് ലഹരിയില്ലേ? എങ്കിൽ കള്ള് ഹറാമാക്കപ്പെട്ടതുപോലെ തന്നെ ബ്രാൻഡിയും എന്താണ്? ഹറാമാണ്. അപ്പോൾ കള്ളിനെ സംബന്ധിച്ചുള്ള ഒരു മതവിധി അതിനാസ്പദമായ കാരണമുള്ളത് കൊണ്ട്, കള്ളിനെ നിരോധിക്കാൻ ആസ്പദമായ കാരണമുള്ളത് കൊണ്ട് ബ്രാൻഡി കുടിക്കുക എന്ന കാര്യത്തിനും കൂടി ബാധകമാക്കുന്നു. ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ പറഞ്ഞത്. മൂന്നാമത്തത് ഇജ്മാ. ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിക വിഷയങ്ങളിൽ ഗവേഷണം നടത്തുന്ന പണ്ഡിതന്മാർ ഒരു വിഷയത്തിൽ ഏകോപിച്ച അഭിപ്രായം, ഒരേ അഭിപ്രായം ഒരു വിഷയത്തിൽ സ്വീകരിക്കുകയാണെങ്കിൽ അതും ഇസ്ലാമിലൊരു നിയമമായിട്ട് പരിഗണിക്കപ്പെടും. അപ്പോൾ ഫിഖ്ഹിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഖുർആന്, ഹദീസ്, ഖിയാസ്, ഇജ്മാ. ഇനി ഫിഖ്ഹിൽ പ്രധാനമായും 4 മേഖലകളാണ് ഉൾക്കൊള്ളുന്നത്. ഒന്ന് ഇബാദത്ത്, ആരാധനകൾ, നമസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്. ഇവ എങ്ങനെയൊക്കെ ചെയ്യാം, എങ്ങനെയൊക്കെ കൊടുക്കാം, എപ്പോൾ ചെയ്യാം, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. ഇതാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ഫിഖ്ഹ് എന്ന വിജ്ഞാന ശാഖയുടെ
ഉള്ളടക്കത്തിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. ഇനി രണ്ടാമത്തേത് മുആമലാത്ത് എന്ന് പറയും. ഒന്ന് പറഞ്ഞ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ആരാധനകൾ, രണ്ടാമത്തത് മുആമലാത്ത് ഇടപാടുകൾ, കച്ചവടം, വാങ്ങൽ കൊടുക്കലുകൾ, അനന്തരാവകാശ നിയമങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. മൂന്നാമത്തത് മുനാക്കഹാത്ത്, വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ടത്. വിവാഹം, വിവാഹമോചനം, പെണ്ണ് കാണൽ, മഹർ, അതുമായി ബന്ധപ്പെട്ട കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. നാലാമത്തത് ജിനായാത്ത് എന്ന് പറഞ്ഞാൽ പ്രതിക്രിയകൾ, പ്രതികാര നടപടികൾ, കോടതി വിധികൾ, കേസ്, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ. അപ്പോൾ 4 കാര്യങ്ങളാണ് ഫിഖ്ഹിലുള്ളത്. ഒന്ന് ഇബാദത്ത്, മുആമലാത്ത്, മുനാക്കഹാത്ത്, ജിനായാത്ത്. ഇനി ശരീഅത്ത് നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ മതവിധികളെ 5 തിരിച്ചിട്ടുണ്ട്. ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങളിത് പഠിച്ചിട്ടുണ്ടാകും. ഒന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിച്ച് പോകുകയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ പറഞ്ഞു, ശരീഅത്ത് നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ മതവിധികളെ 5 തരംതിരിച്ചിരിക്കുന്നു. 1 വാജിബ്, ഇതിനെ ഫറള് എന്നും പറയും. എന്താണ് ഇതിൻ്റെ അർത്ഥം? നിർബന്ധം. ചെയ്താൽ പ്രതിഫലം കിട്ടും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന്, ഉപേക്ഷിച്ചാലോ ശിക്ഷയും കിട്ടും. ഉദാഹരണത്തിന് 5 നേരത്തെ നിർബന്ധ നമസ്കാരങ്ങൾ. 5 നേരത്തെ നിർബന്ധ നമസ്കാരം എന്ന് പറയുന്നത് നിർവഹിക്കൽ നിർബന്ധമാണ്, പ്രതിഫലം തരും. ഉപേക്ഷിച്ചാലോ അള്ളാഹുവിൻ്റെ ശിക്ഷയും കിട്ടും. രണ്ടാമത്തത് സുന്നത്ത് എന്ന് പറയും. ഈ സുന്നത്തിന് മൻദൂബ് എന്നും മുസ്തഹബ് എന്നും അറബിയിൽ പറയുന്നു. ചെയ്യുന്ന കാര്യത്തിന്, ചെയ്യുന്നതിന് പ്രതിഫലം കിട്ടും. പക്ഷെ ചെയ്തില്ലെങ്കിലോ ശിക്ഷയില്ല. ഉദാഹരണത്തിന് സുന്നത്ത് നമസ്കാരങ്ങൾ പോലുള്ള ഐച്ഛിക നമസ്കാരങ്ങൾ, ഫറള് 5 നേരത്തെ നിർബന്ധ നമസ്കാരം ചെയ്താൽ പുണ്യം കിട്ടും, ചെയ്തില്ലെങ്കിൽ ശിക്ഷയും കിട്ടും. എന്നാൽ സുന്നത്ത് നമസ്കാരമോ ചെയ്താൽ പുണ്യം കിട്ടും, ചെയ്തില്ലെങ്കിലോ ശിക്ഷയൊന്നും കിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യണ്ട. മൂന്നാമത്തത് ഹറാമ് എന്ന് പറയും. ഹറാമ് ചെയ്യൽ ശിക്ഷാർഹമാണ്. ഉപേക്ഷിച്ചാലോ അത് പ്രതിഫലാർഹവുമാണ്. ഉദാഹരണത്തിന് മോഷ്ടിക്കുക എന്നുള്ളത്, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മോഷ്ടിക്കുക എന്നത് ഹറാമാണ്. അങ്ങനെ മോഷ്ടിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം തൻ്റെ മുന്നിൽ ഉണ്ടായിരിക്കെ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് പ്രതിഫലാർഹവുമാണ്. ഇനി കറാഹത്ത്, ഖിലാഫുൽ ഖൗല എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നല്ലതിന് എതിര്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കൽ എന്നും പറയും.
ഇതിൽ ഉപേക്ഷിക്കൽ പ്രതിഫലാർഹമാണ്. ഇനി ചെയ്യുന്നത് കൊണ്ടോ ശിക്ഷയൊന്നുമില്ല. ഉദാഹരണത്തിന് ഒരു കാലിൽ മാത്രം ചെരുപ്പിട്ട് നടക്കുക. ഒരു കാലിൽ മാത്രം ചെരുപ്പിട്ട് നടന്നവരെ അള്ളാഹു ശിക്ഷിക്കുകയൊന്നുമില്ല. പക്ഷേ അങ്ങനെ ചെയ്യാതിരിക്കൽ, ഒന്നില്ലെങ്കിൽ ചെരുപ്പിടാതിരിക്കുക, അല്ലെങ്കിൽ രണ്ട് കാലിലും ചെരുപ്പിടുക, അങ്ങനെയാണെങ്കിൽ അതിന് പ്രതിഫലമുണ്ട്. ഇനി അഞ്ചാമത്തത് മുബാഹ് എന്ന് പറയും. എന്ന് വെച്ചാൽ ചെയ്താലും ചെയ്തില്ലെങ്കിലും ശിക്ഷയില്ല. ഉദാഹരണത്തിന് നിലക്കടല തിന്നുക. നമ്മൾ വൈകുന്നേരം ടൗണിലൊക്കെ പോകുമ്പോൾ 10 റുപ്യ കൊടുത്താൽ നിലക്കടല തിന്നു. നിലക്കടല തിന്നാൽ പുണ്യം കിട്ടുമോ? ഇല്ല. ഇനി നിലക്കടല തിന്നില്ലെങ്കിലോ ശിക്ഷ കിട്ടുമോ? ഇല്ല. അത് തിന്നാം, തിന്നാൽ പ്രതിഫലമൊന്നുമില്ല, തിന്നില്ലെങ്കിലോ ശിക്ഷയുമില്ല. അപ്പോൾ ഫറള്, സുന്നത്ത്, ഹറാമ്, കറാഹത്ത്, മുബാഹ്. ഫറള്, സുന്നത്ത്, ഹറാമ്, കറാഹത്ത്, മുബാഹ്. ഇൻഷാ അല്ലാഹ് ഇതിനൊക്കെ വിശദീകരണങ്ങൾ വരും. ഇതിനോടനുബന്ധിച്ച കാര്യങ്ങൾ തൊട്ടടുത്ത ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിക്കുന്നതാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.